ശിക്ഷയിൽ നിരാശരാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്ത് തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും വലിയൊരു പ്രമാദമായ കേസിൽ നൽകിയ ശിക്ഷ അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിച്ച് തുടർ നടപടി സർക്കാർ സ്വീകരിക്കും. എന്തുകൊണ്ടാണ് വൻ മീനുകളെ വെറുതെ വിടുകയും ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കച്ചതെന്ന് ചോദ്യമുണ്ടാകും. അതിജീവിതയ്ക്ക് നീതി അകലെയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ നിരാശ തോന്നുന്നുണ്ട്. കാരണം പ്രധാന പ്രതി ഒന്നാം പ്രതിക്കെങ്കിലും ജീവപര്യന്തം തടവ് കിട്ടുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. കാരണം കുറഞ്ഞ ശിക്ഷയായി പോയി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപമാനഭാരത്താൽ ഞാൻ എന്റെ തല കുനിച്ചിരിക്കുകയാണ്. കൊടും ക്രൂരത ചെയ്ത ഈ പ്രതികൾക്ക് ഈ ശിക്ഷ കൊടുത്താൽ മതിയോ? അതിജീവിതയ്ക്ക് അമ്മയുമില്ല, പ്രായവുമില്ല, ജീവിതവുമില്ല, ഒന്നുമില്ല. അവൾ ആജീവനാന്ത തടവിന് അവൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. അവൾക്കാണ് യഥാർത്ഥത്തിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടിയിരിക്കുന്നത്. വിധി വന്നു. 8 വർഷത്തെ ഒരു പോരാട്ടം ആ കുട്ടീൻ്റെ. അപ്പോൾ വി ആർ വെരി ഹാപ്പി വിത്ത് ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് കൊടുത്തതിന്. സോ അതിൻ്റെ സന്തോഷത്തിലാണ്. ഇതിന് അപ്പീൽ പോകണമെന്നാണ് ഞാൻ പേഴ്സണലി ഞാനാണെങ്കിൽ ഞാൻ എന്തായാലും അപ്പീലിന് പോയേനെ. ആൻഡ് ഐ തിങ്ക് ആ കുട്ടീൻ്റെയും അതന്നെയാണ് റിക്വസ്റ്റ്. അപ്പോൾ വി ആർ വിത്ത് ഹർ. അങ്ങനത്തെ ഒരു ചർച്ചയും ഇതുവരെയ്ക്കും നമ്മുടെ സംഘടനയിൽ നടന്നിട്ടില്ല. നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ കൂട്ടബലാത്സംഗ കുറ്റം ഉൾപ്പെടെ തെളിഞ്ഞിട്ടും പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് എന്ന ആ വകുപ്പിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രം നൽകിയ വിചാരണ കോടതി വിധി വിമർശിക്കപ്പെടുകയാണ്. നിരാശാജനകവും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതും എന്നായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജകുമാറിന്റെ പരസ്യ പ്രതികരണം. പ്രതികളെ വെറുതെ വിടുന്നതായിരുന്നു ഇതിലും ഭേദമെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി പറഞ്ഞു. വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധവുമായി രംഗത്തുള്ളവർ നിരവധിയാണ്. സമൂഹം അതിജീവിതയ്ക്കൊപ്പമാണെന്ന പ്രോസിക്യൂഷന്റെ വാദത്തോട് സമൂഹത്തിന് വേണ്ടിയാണോ വിധി എന്നതായിരുന്നു വാദം കേൾക്കലിനിടെ കോടതിയുടെ ചോദ്യം. 20 വർഷത്തെ കഠിന തടവിൽ വിചാരണക്കാലത്തെ ശിക്ഷ കൂടി ഇളവ് ചെയ്യുമെന്നിരിക്കെ ചുരുങ്ങിയ കാലമേ പ്രതികൾക്ക് ഇനി ജയിൽവാസമുള്ളൂ. ആദ്യം പുറത്തിറങ്ങുന്നത് ഒന്നാം പ്രതി പൾസർ സുനിയും. സമൂഹത്തോടും കുറ്റവാളിയോടും നീതി പുലർത്തുന്ന രീതിയിൽ സന്തുലിതമായിരിക്കണം കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് എന്ന വിധിന്യായത്തിലെ പരാമർശവും കുറഞ്ഞ ശിക്ഷയ്ക്ക് കാരണമായി പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചതും നിയമരംഗത്തുള്ളവരുടെ പോലും വിമർശനത്തിന് വഴിയൊരുക്കി. എൻകൗണ്ടർ ഇന്ന് ഈ വിഷയം പരിശോധിക്കുന്നു. വിധിന്യായം. ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് MR അഭിലാഷ്, അതിജീവിതയുടെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് TB മിനി, സാമൂഹിക നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പമുള്ളത്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഡിസംബർ 8 ഈ കേസിലെ 6 പ്രതികളെ കുറ്റക്കാരായി കോടതി കണ്ടെത്തുകയും ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട ശേഷവും നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു നമ്മുടെ നാട്ടിൽ. അതിൽ പക്ഷം പിടിച്ചും ചേരിതിരിഞ്ഞുമൊക്കെ പരസ്പരം വാദങ്ങൾ ഉയർത്തി ഏറ്റുമുട്ടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കണ്ടു. അതിജീവിതയുടെ അഭിഭാഷകയായിരുന്ന അഡ്വക്കേറ്റ് TB മിനിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായത് നമ്മൾ അറിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ദിവസമായിരുന്നു ഇന്ന്. കുറ്റക്കാർ, അതായത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ഈ 6 പ്രതികൾക്കും കഠിനമായ ശിക്ഷ കോടതി നൽകും എന്ന പ്രതീക്ഷയിലായിരുന്നു. അവിടെ 376D എന്ന ബലാത്സംഗ കുറ്റം തെളിഞ്ഞിട്ടും ആ വകുപ്പിൽ ഏറ്റവും ചെറിയ ശിക്ഷ നൽകിയത് പരക്കെ വിമർശിക്കപ്പെടുകയാണ്. ഇങ്ങനെയായിരുന്നില്ല ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് എന്ന അഭിപ്രായമുള്ള വിവിധ മേഖലയിൽ രംഗത്തുള്ളവർ ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളുമായി, പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ പറഞ്ഞത് നിരാശാജനകവും സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകുന്നതുമായി പോയി ഈ വിധി എന്നാണ്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, താങ്കൾ എങ്ങനെയാണ് ഇന്ന് ഈ കേസിൽ 6 പ്രതികൾക്കും കോടതി നൽകിയ
ശിക്ഷാവിധിയെ കാണുന്നത്, നിരീക്ഷിക്കുന്നത്, വിലയിരുത്തുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, കോടതി ഇവർ കുറ്റകൃത്യം ചെയ്തു എന്ന് കണ്ടെത്തിയതിന് ശേഷം വിധി അവൈലബിൾ അല്ല, ഓർഡർ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല എന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ ചർച്ചകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു. കാരണം അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ എന്താണ് വിധിയെന്ന് വായിക്കാതെ അഭിപ്രായം പറയുന്നതിനകത്തൊരു വലിയ പരിമിതിയുണ്ടല്ലോ. അപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് മുമ്പ് വിധിന്യായം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്, ആ ഒരു ഉറപ്പിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനോട് ചോദിച്ച ചോദ്യം ഒരു നമ്മളെ ഒരു ഫിക്സിലാക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഓർഡർ കാണാൻ കഴിഞ്ഞിട്ടില്ല, എന്നിരുന്നാൽ തന്നെയും ശിക്ഷ കുറഞ്ഞു പോയി എന്ന് പരക്കെ വിമർശനം ഉയരുന്നു. എന്ന് മാത്രമല്ല, പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ, പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിതനായ വ്യക്തി തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള വിഷമം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് പ്രകടിപ്പിക്കുകയുണ്ടായി. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അങ്ങ് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കൂട്ടബലാത്സംഗത്തിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ ആണ് പൾസർ സുനിക്ക് കൊടുത്തത്, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രതികൾക്കൊക്കെ കൊടുക്കപ്പെട്ടത് എന്നതിൻ്റെ സാങ്കത്യമാണ് അങ്ങ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു കേസിലെ ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ പല ഫാക്ടേഴ്സ് ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായാധിപ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഫാക്ടേഴ്സ്, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയും, ശിക്ഷ കുറയുവാൻ വഴി തെളിക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള കാരണങ്ങൾ. അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ശിക്ഷ കൂടുതൽ കൊടുക്കുവാൻ എന്തൊക്കെയാണോ കാരണങ്ങൾ പ്രേരിതമാകുന്നത് അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് ആസ്പെക്ട്സും പരിശോധിച്ചതിന് ശേഷം കുറ്റം ചെയ്ത വ്യക്തിക്ക് ചെറിയ കാലയളവിലുള്ള ശിക്ഷയിലൂടെ മാനസിക പരിവർത്തനം വരുമോ എന്നുള്ളതുൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് ന്യായാധിപൻ അല്ലെങ്കിൽ ന്യായാധിപ വിധി പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇവിടെ കൊടുക്കപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ട്, നിയമം കൂട്ടബലാത്സംഗത്തിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും ചെറിയ പണിഷ്മെൻ്റാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് ഇതിനകത്തെ മുഖ്യ കുറ്റവാളിയായിട്ടുള്ള പൾസർ സുനി എന്ന് പറയുന്ന ഈ കൺവിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുത്തത് എന്നൊരു ചോദ്യത്തിന് പ്രത്യേകിച്ച് എനിക്കൊരു ഉത്തരം ഇപ്പോൾ പറയാനില്ല. കാരണം മറ്റുള്ള പ്രതികളിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് ഇയാൾ നിൽക്കുന്നത്. ഇയാൾക്ക് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഉണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള, പ്രായപൂർത്തിയായതിനു ശേഷം ജയിലിൽ നിന്നും പുറത്തേക്ക് പലപ്പോഴും ഇറങ്ങാൻ പോലും സമയം കിട്ടിയിട്ടില്ലാത്ത, അല്ലെ കോടതിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ജയിലിൽ നിന്നും ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ലാത്ത തരത്തിൽ നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഈ വ്യക്തി, ഇദ്ദേഹമാണ് ഈ കുറ്റകൃത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളി എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്, നിയമം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളെ പരിശോധിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പിൻവലിക്കുന്നു, അയാൾ, കാരണം നമ്മളിപ്പോൾ കുറ്റവാളിയായിട്ട് ഇതുപോലെ ഒരു കൂട്ടബലാത്സംഗത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇദ്ദേഹം ഒന്ന് പരാമർശിക്കുന്നത് പോലും അതിനകത്തൊരു വലിയ രാഷ്ട്രീയമായിട്ടും ഉള്ളൊരു തെറ്റുണ്ട്. ആ വാക്ക് പിൻവലിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് എന്തുകൊണ്ടാണ് ഈ കുറഞ്ഞ ശിക്ഷ കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ താങ്കളുടെ അനുവാദത്തോടെ ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ ഉമാ തോമസ് MLA ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് നമുക്ക് വരാം. നമുക്കറിയാം, പാർലമെന്റിൽ പാസ്സാക്കിയ പുതിയ നിയമം അനുസരിച്ച് ഇതിൽ കുറഞ്ഞൊരു ശിക്ഷ ഗ്യാങ് റേപ്പിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ജീവപര്യന്തമെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. കോടതിയെ ഞാൻ മാനിക്കാതെയല്ല, പക്ഷേ നമ്മളുടെ ഒരു സങ്കടമാണ് പറയണത്. പിന്നെ ഇത്രയും നാള് ഒരു കുട്ടി വഴിയിൽ അപമാനിക്കപ്പെട്ടിട്ട് ഇത്രയും നാൾ ഇതിനു വേണ്ടിയിട്ട് പോരാടിയെങ്കിൽ ആ പോരാട്ടത്തിനുള്ള മറുപടി പോലും ആ കുട്ടിക്ക് കിട്ടിയില്ല. നാടിനൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് അവളുടെ ഈ വിഷമം മുഴുവൻ 8 വർഷങ്ങളായി സഹിക്കുന്ന ഈ ദുഃഖം മുഴുവൻ ഉണ്ടായിട്ടും അതിനൊരു നീതി കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ശരി, അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇവിടെ ഇപ്പോൾ ഉമാ തോമസ് MLA പ്രതികരിച്ചതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഈ കേസിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇടപെട്ടയാളാണ് മൺമറഞ്ഞ PT തോമസ്. ആ സമയത്ത് അദ്ദേഹം നടത്തിയ ഇടപെടൽ ഒരുപക്ഷെ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിന്, അതിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിലൊക്കെ വളരെ നിർണായകമായിരുന്നു. ഇതിൽ ഇപ്പോൾ ഉമാ തോമസിൻ്റെ പ്രതികരണത്തിലൊരു കാതലായ ഭാഗം കേട്ട അത്രയും ഇടം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇത് ഒരു സ്ത്രീ പരസ്യമായി അപമാനിക്കപ്പെട്ട, കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ഒരു കേസിൽ, അല്ലെങ്കിൽ അതിൻ്റെ ശ്രമങ്ങൾ നടന്ന ഒരു കേസിൽ ഒരു
സാമാന്യമായ രീതിയിൽ പോലും നീതി നടപ്പാക്കപ്പെട്ടില്ല. കാരണം അതിൽ ഏറ്റവും ചെറിയ ശിക്ഷ നൽകാൻ മാത്രമുള്ള ഗ്രാവിറ്റിയെ ഈ സംഭവത്തിനുള്ളൂ എന്നൊരു ചോദ്യമാണ് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് കൂടി ഉമാ തോമസ് ചോദിക്കുന്നത്. അത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമല്ലേ? അവരുടെ ഉത്കണ്ഠ പൂർണ്ണമായിട്ടും നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉത്കണ്ഠ തന്നെയാണ് ശ്രീ ഗോപികൃഷ്ണൻ. അപ്പോളജറ്റിക് ആയിട്ടാണ് ഞാൻ അഭിപ്രായം പറയുന്നതെങ്കിലും വിധി കണ്ടിട്ടില്ല എങ്കിലും ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് എങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്ന് അറിയാമല്ലോ. പൾസർ വാഹനങ്ങളോടുള്ള തീവ്രമായ ഇഷ്ടം മൂലം പൊതുവേ വാഹന മോഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പൾസർ വാഹനങ്ങൾ, ബൈക്ക് മോഷ്ടിക്കപ്പെട്ടു, നിരന്തരമായിട്ട് മോഷണത്തിന് ഇൻവോൾവ് ആയിരുന്നു എന്നതുകൊണ്ടാണ് അയാൾക്ക് ആ പേര് തന്നെ കിട്ടിയത്. 2011 ഇതുപോലെ ഒരു അഭിനേത്രിയെ ആക്രമിച്ചതിൽ അയാൾക്ക് ഓൾറെഡി അയാളുടെ പേരിൽ മറ്റ് കേസ് നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല NDPS കേസുകളിൽ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിരവധി ഇയാൾ പ്രതിയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലം, ഒരു തരത്തിലുള്ള ഒഫൻസ്, സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസുകൾ ഇതിനു മുമ്പ് ഇയാളുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. കൺവിക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ആൻറ്റിസിഡൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല പലതരത്തിലുള്ള മോഷണം, മയക്കുമരുന്ന്, പിടിച്ചുപറി, അപ്പോൾ ഇത്തരത്തിൽ പല തരത്തിലുള്ള ഒഫൻസ്, നമ്മൾ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ കംപ്ലീറ്റ് ക്രിമിനൽ എന്ന് നമുക്ക് പറയുവാൻ യോഗ്യനായിട്ടുള്ള ഒരുത്തനാണ് ഈ പൾസർ സുനി. അപ്പോൾ അയാൾക്ക് ബാക്കിയുള്ളവർക്ക് ക്രിമിനൽ മുൻകാല പശ്ചാത്തലം ഇല്ല എന്ന് കോടതി പറയുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ ഇയാളുടെ ഇത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളൊക്കെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ മിനിമം, സ്റ്റാറ്റ്യൂട്ടറി മിനിമം ആയിരുന്നില്ല അയാൾക്ക് കൊടുക്കേണ്ടിയിരുന്നതെന്നുള്ള ഒരു അഭിപ്രായമാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. പിന്നെ ഇപ്പോൾ സമൂഹത്തിൻ്റെ എങ്ങനെയാണ് ഈ ഒരു ശിക്ഷ സമൂഹത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും നിയമം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യായാധിപർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ശരിയാണ്, താങ്കൾ വിധിപ്പകർപ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ നിരീക്ഷണങ്ങൾ നടത്തുന്നതിലൊക്കെ താങ്കൾക്ക് ചില പരിമിതികളുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇതിൽ പറയുന്ന ഒരു കാര്യം, ഈ ഒന്നാം പ്രതി ഒഴികെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ളവർക്കൊക്കെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കോടതി അംഗീകരിക്കുകയാണ്. മാത്രമല്ല 40 വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം, പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലം. എന്നിട്ട് നിർഭയ കേസിനെ കുറിച്ചൊരു പരാമർശം കോടതി നടത്തിയതായി നമ്മൾ അറിയുന്നു. അതിൽ മുകേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹിയിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിന്റെ വികാസത്തെയും ബാധിക്കുന്നു. ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ആവശ്യകതയും ഒക്കെ ഈ വിധിയിൽ പരാമർശിക്കുന്നു. അങ്ങനെ ഈ മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യമില്ല എന്ന് കോടതി തീരുമാനിക്കുകയാണ്. അപ്പോഴവിടെ ഈ 40 വയസ്സ് എന്നത് ഇതുപോലെ ഒരു കൊടും ക്രൂരകൃത്യത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു പ്രായപരിധിയാണോ? കുടുംബ പശ്ചാത്തലം എന്നത് ഇതുപോലെ ഒരു സ്ത്രീ നടുറോട്ടിലിട്ട് അപമാനിക്കപ്പെടുന്ന ഒരു കൊടും ക്രൂരകൃത്യത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു മാനദണ്ഡമാണോ? മൂന്നാമതായി ക്രിമിനൽ പശ്ചാത്തലം മറ്റ് 4 പേർക്ക് ഇല്ലായിരിക്കാം, 5 പേർക്ക് ഇല്ലായിരിക്കാം. പക്ഷേ പൾസർ സുനിയുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശരിയായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. എന്നിട്ടും 20 വർഷം എന്ന ആ വകുപ്പിലെ ഏറ്റവും ചെറിയ ശിക്ഷ നൽകിയതിലുള്ള വിയോജിപ്പും വിമർശനവുമല്ലേ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, താങ്കൾ ചൂണ്ടിക്കാട്ടിയ ഈ കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഈ ചെറിയ പ്രായം, അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലം, ഇതൊക്കെ പറയുമ്പോഴും നിർഭയ കേസിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളും താങ്കൾ അവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഒരു സ്ത്രീയെ ഒരു കൂട്ട ബലാത്സംഗത്തിന് നിയമം വിഭാവനം ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും അത്തരത്തിൽ ബലാത്സംഗം ചെയ്യണമെന്നല്ല, കൂടി വട്ടം ചേർന്നിട്ടൊരു അബലയായിട്ടുള്ളൊരു സ്ത്രീയെ ഇത്തരത്തിൽ പുരുഷന്മാർ ഒരു വാഹനത്തിൽ അവരെ ഒറ്റപ്പെടുത്തി അവരുടെ ചുറ്റും നിന്നുകൊണ്ട് ഇത്തരത്തിൽ അക്രമത്തിന് വിധേയമാക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഹീനമായ, നിർഭയ കേസിൽ പ്രകടമായ ഹീനതയും മനുഷ്യത്വരാഹിത്യവും മൃഗീയതയും എത്രയാണോ അതിലൊട്ടും കുറയാത്ത തരത്തിലുള്ള വൈകൃതം തന്നെയാണ്, ക്രിമിനാലിറ്റി തന്നെയാണ് അവിടെ പ്രകടിപ്പിച്ചത്. അപ്പോൾ കേരള സമൂഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നിയമത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. 2001 പാർലമെൻറ്റ് അറ്റാക്ക് കേസിൽ അഫ്സൽ ഗുരുവിനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് ശിക്ഷിച്ചുകൊണ്ട്, അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത്, ഇങ്ങനെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള പാർലമെൻറ്റ് ഇത്തരത്തിൽ ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ അക്രമത്തിന് നേതൃത്വം നൽകുകയും അല്ലെങ്കിൽ അതിൻ്റെ തലച്ചോറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾക്ക് പരമാവധി ശിക്ഷ കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിൻ്റെ സമാഹിത മനസ്സിനെയും ബോധത്തിനെയും
അത് ബാധിക്കുമെന്നുള്ളതാണ് കോടതി കണക്കിലെടുത്തത്. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് എങ്ങനെയാണോ അറ്റാക്ക് ചെയ്യപ്പെട്ടത്, ഒരു സ്ത്രീ ഇതുപോലെ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെ ക്യാപ്റ്റീവായിട്ട് വെച്ചിട്ട് കൊടും ക്രൂരതയ്ക്ക് വിധേയയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അതൊക്കെ വളരെ അഗ്രവേറ്റിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമാണ്. അതിനകത്ത് ഈ കുടുംബ പശ്ചാത്തലമൊന്നും ഈ ഒഫൻസിൻ്റെ നേച്ചർ വെക്കുമ്പോൾ ഏറ്റവും മിനിമം പണിഷ്മെൻറ്റിലേക്ക് പോകുവാൻ കോടതിയെ സാധാരണ രീതിയിൽ, ഈ വിധിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, സാധാരണ രീതിയിൽ നിർബന്ധിക്കേണ്ടതായിട്ടുള്ളൊരു ഫാക്ടറല്ല. പൾസർ സുനിക്ക് മിനിമം പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരിൽ നിന്നും പൾസർ സുനിയെ വ്യത്യസ്തനാക്കിയ ഫാക്ടേഴ്സ് ഒന്നും തന്നെ കണക്കിലാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യമാണ്. മാത്രമല്ല അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, വിചാരണ കാലത്തെ തടവ് കൂടി പരിഗണിക്കുമ്പോൾ ഏറ്റവും വിചിത്രമായ കാര്യം, ഈ കുറ്റകൃത്യം നേരിട്ട് നടത്തി, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ, അയാളാണ് ഈ കേസിൽ ആദ്യം കുറ്റവിമുക്തനായി പുറത്തിറങ്ങാൻ പോകുന്നത്. അങ്ങനെ ഒരു വിചിത്രമായ കാര്യം കൂടിയുണ്ട്. അല്ല, അപ്പീൽ പോകാൻ കഴിയും. എത്ര വർഷം കൂടെ അയാൾ ജയിലിൽ കഴിയേണ്ടതായിട്ട് വരും എന്ന് എനിക്കറിയില്ല. എത്ര നാൾ അയാൾ ജയിലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇനി 13 വർഷമാണ് ബാക്കി വരുന്നതെന്നാണ്. 13.1 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 13 വർഷം. അപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുവാൻ കഴിയും. പ്രോസിക്യൂഷൻ്റെ അസംതൃപ്തിയും അവരുടെ പ്രതിഷേധവും ഒക്കെ തന്നെ നിയമപരമായ വഴിയിലൂടെ പ്രകടിപ്പിക്കുവാൻ കഴിയും. പിന്നെ നമ്മൾക്കും വ്യക്തികൾ, സമൂഹത്തിൽ ഇൻഡിവിജ്വൽസ് ഈ വിധിയോട് വളരെ അവരുടെ വൈകാരികമായിട്ട് അവർ പ്രതികരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ വൈകാരികമായിട്ടുള്ള പ്രതികരണത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലോ ആ സമ്മർദ്ദത്തിലോ കോടതി ശിക്ഷയുടെ കാഠിന്യം കൂട്ടേണ്ടതായിട്ടില്ല. കോടതി പരിഗണിക്കേണ്ടത് സമൂഹത്തിനെ ഇതെങ്ങനെ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നു, ഇത്തരത്തിൽ കൊടും ക്രൂരത നടത്തിയ കുറ്റവാളികൾ അവർ ഏറ്റവും കുറഞ്ഞ ശിക്ഷയ്ക്ക് മാത്രമാണോ അർഹർ എന്ന് കോടതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ ശിക്ഷാവിധി എങ്ങനെ സമൂഹത്തിൻ്റെ സമാഹിത മനസാക്ഷിയെ അത് ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളതൊക്കെ കോടതി പരിശോധിച്ച് പരിഗണിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതാണ്. വൈയക്തികമായിട്ടുള്ള പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ കൂട്ടാൻ ഒരു കോടതിയും നിർബന്ധിതമല്ലെങ്കിൽ കൂടിയും ഈ ഫാക്ടേഴ്സൊക്കെ കണക്കിലെടുക്കുമ്പോൾ വിധി വായിക്കാതെ എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റ് മാർഗമില്ലാത്തതുകൊണ്ട് ശിക്ഷ കുറഞ്ഞുപോയി പൾസർ സുനിക്ക് എന്നുള്ളത് നിസ്സംശയം പറയുവാൻ കഴിയും. ശരി, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷൻ, താങ്കളിലേക്ക് വരാം. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഒന്നാമത്തെ കാര്യം എനിക്ക് അറിയേണ്ടത്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, താങ്കൾ എങ്ങനെയാണ് ഈ ശിക്ഷാവിധിയെ കാണുന്നതെന്നാണ്. അതിനോടൊപ്പം തന്നെ ഈ ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ട സമയത്ത് കോടതിക്കകത്ത് വാദങ്ങൾ നിരത്തുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ കോടതി മുൻപാകെ പറഞ്ഞത് ഈ സമൂഹം അതിജീവിതയ്ക്കൊപ്പമാണ് എന്നാണ്. ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഇതൊരു ഓപ്പൺ കോർട്ടിൽ നടന്ന ഒരു സംഭവം ഇന്നാണല്ലോ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോടതി അപ്പോൾ സമൂഹത്തിന് വേണ്ടിയാണോ വിധി പറയേണ്ടത് എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി എന്നാണ്. പിന്നെ ഈ വിധിപ്പകർപ്പിലെ ഒരു ഭാഗം നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് കോടതി ഈ വികാരങ്ങൾക്ക് അടിമപ്പെടാനോ പക്ഷപാതപരമായി പെരുമാറാനോ പാടില്ല ശിക്ഷ വിധിക്കുമ്പോൾ എന്നൊരു പരാമർശം, എന്നൊരു ഭാഗം ഈ വിധിപ്പകർപ്പിൽ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ പക്ഷപാതരഹിതമായി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കോ പ്രതീക്ഷകൾക്കോ വികാരങ്ങൾക്കോ അടിമപ്പെടാതെ തീർത്തും നിഷ്പക്ഷമായി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് പുറത്തിറക്കിയ ഒരു വിധി എന്ന നിലയിലാണോ ഈ 6 പേർക്കുമുള്ള ശിക്ഷാവിധിയെ ശ്രീ ശ്രീജിത്ത് പണിക്കർ താങ്കൾ കാണുക? എന്താണ് ഈ വിധിന്യായത്തെക്കുറിച്ചുള്ള താങ്കളുടെ നിരീക്ഷണവും അഭിപ്രായവും? ശ്രീ ഗോപികൃഷ്ണൻ, ഞാനിത് പറയുമ്പോൾ എൻ്റെ അഭിപ്രായം കോടതി വിധിയുടെ മുകളിലല്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് പ്രതികൾക്ക് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിൽ പ്രായമോ പ്രതികളുടെ കുടുംബ പശ്ചാത്തലമോ പരിഗണിക്കരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം അമ്മയും പെങ്ങളും ഇല്ലാത്ത പണി കാണിച്ചിട്ട് കോടതിയിൽ വന്ന് ശിക്ഷയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് അമ്മയുണ്ട്, അത് കോടതി പരിഗണിക്കണം എന്ന് ഒരാളും പറയാൻ പാടില്ല. കാരണം ആക്രമിക്കപ്പെട്ടതൊരു സ്ത്രീയാണ്, അവർക്കും പ്രായം കുറവാണ്, അവർക്കും ഒരു അമ്മയുണ്ട്, അവർക്കും കുടുംബമുണ്ട്. അപ്പോൾ അത് തുല്യനീതി എന്ന രീതിയിൽ മാത്രമേ അത് പരിഗണിക്കാവൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൂട്ടബലാത്സംഗം എന്ന് പറയുന്ന ഏറ്റവും ഗ്രേവായിട്ടുള്ളതിലെ ക്രൈം, അതിന് കിട്ടാവുന്ന നിയമപരമായിട്ടുള്ള ഏറ്റവും ചെറിയ ശിക്ഷ മാത്രമാണ് അവർക്ക് കിട്ടിയത് എന്നതിൽ എനിക്ക് വലിയ അമർഷമുണ്ട്. ഞാൻ പറയുന്നു, എൻ്റെ അഭിപ്രായം കോടതിയുടെ തീരുമാനത്തിന് മുകളിലല്ല. പക്ഷേ എങ്കിലും ഈ വിധി കാണുന്ന, ഈ കേസിനെ ഫോളോ ചെയ്തിരിക്കുന്ന ഒരാളെന്ന രീതിയിലും പൾസർ സുനിയും മറ്റുള്ള ആൾക്കാരും ചെയ്തിരിക്കുന്ന ആ കൊടും ക്രൂരകൃത്യം അത് എത്രത്തോളം ഭയാനകമായിരുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാൾ എന്ന നിലയ്ക്കുമാണ് ഞാനത് പറയുന്നത്.
ഇവിടെ ഞാൻ പറയുന്ന എൻ്റെ ഒരു പ്രധാനപ്പെട്ട മേജർ കണ്ടൻഷൻ, കോടതി പറയുന്നുണ്ട്, നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ സമൂഹത്തിന് വേണ്ടുന്ന നീതിയും അതേപോലെ തന്നെ ഇതിൽ കുറ്റവാളികളായിരിക്കുന്ന അവർക്ക് വേണ്ടുന്ന നീതിയും എല്ലാം തമ്മിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ ജഡ്ജ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പരിഗണനാ വിഷയമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരുടെ റിഫോം പൊട്ടൻഷ്യലാണ്. എത്രത്തോളം അവർക്ക് പരിവർത്തനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. പൾസർ സുനി പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഞാൻ ഒരു നിമിഷം ഈ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകർക്ക് അവരിലേക്ക് പങ്കുവെച്ച ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം, താങ്കൾ മനസ്സിലാക്കുമല്ലോ. പൾസർ സുനി ഈ കേസിലെ ഒന്നാം പ്രതി പുറത്തേക്ക് ഇറങ്ങുന്നു. രണ്ടാം പ്രതി മാർട്ടിൻ, അതോടൊപ്പം തന്നെ മറ്റ് പ്രതികൾ 6 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഒന്നാം പ്രതി പൾസർ സുനി, രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി, മൂന്നാം പ്രതി മണികണ്ഠൻ ബി, നാലാം പ്രതി വിജീഷ് VP, അഞ്ചാം പ്രതി സലീം H എന്ന വടിവാൾ സലീം, ആറാം പ്രതി പ്രദീപ്. ഈ 6 പ്രതികളെയും കോടതി ശിക്ഷ വിധിച്ച ഈ 6 പ്രതികളും ഇപ്പോൾ കോടതി സമുച്ചയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എറണാകുളം സെഷൻസ് കോടതി പരിസരത്ത് നിന്നുള്ള കോടതി കോംപ്ലക്സിന് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ 6 പ്രതികൾ ഇന്ന് കോടതി 20 വർഷം കഠിന തടവിന് ശിക്ഷ വിധിച്ച 6 പ്രതികൾ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ് എന്നീ 6 പ്രതികളെ പോലീസ് അവരെ ജയിലിലേക്ക് മാറ്റുന്നു. കോടതി സമുച്ചയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് പൾസർ സുനിയുടെയും മാർട്ടിൻ്റെയും ഒക്കെ മുഖമാണ്. പൾസർ സുനിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ കേസിലെ ഒന്നാം പ്രതി, അതായത് നടിയെ ക്രൂരമായി ആക്രമിച്ച ഈ കേസിലെ ഒന്നാം പ്രതി, ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. ഈ 6 പ്രതികളെയും കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു ഇന്ന് വിചാരണ കോടതി. ആ വിധി വന്ന ശേഷം ഇപ്പോൾ ഈ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവരെ ജയിലിലേക്ക് മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോടതി പരിസരത്ത് നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപിൻ C. വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. വിപിൻ, പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള 6 പ്രതികളെയും ജയിലിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. കോടതി പരിസരത്ത് നിന്നും അവരെ ഇപ്പോൾ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. പൾസർ സുനിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ വിപിൻ? GK 1 മുതൽ 6 വരെയുള്ള പ്രതികളുമായി ഇപ്പോൾ വാഹനം വിയൂർ സെൻട്രൽ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇപ്പോഴാണ് ഇറക്കിയത്. ഈ ഒരു വിധി പ്രസ്താവനത്തിന് ശേഷം മറ്റ് കോടതി നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ എറണാകുളം ജില്ലാ കോടതിയിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രതികളുമായി പോവുകയായിരുന്നു. ഇന്ന് രാവിലെ അവിടെ നിന്നാണ് ഈ 6 പ്രതികളെയും തിരിച്ച് എറണാകുളം ജില്ലാ കോടതിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഈ ശിക്ഷ വിധിച്ചതിന് ശേഷം അവരെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇനി വൈദ്യപരിശോധന, അതിനുശേഷം വീണ്ടും വിയൂർ ജയിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഒപ്പം തന്നെ 1 മുതൽ 6 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചതിന് ശേഷം ഈ ഇറക്കിയ സമയത്ത് തന്നെ ഇപ്പോൾ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചു, പക്ഷേ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ മൗനം തന്നെയായിരുന്നു. തുടർന്ന് ഇപ്പോൾ പോലീസ് വാഹനത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ശരി, വിപിൻ C. വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഒന്നാം പ്രതി പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ B, വിജീഷ് VP, വടിവാൾ സലീം, പ്രദീപ് എന്നീ 6 പ്രതികളെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 6 പേർക്കും 20 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള 10 കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇന്നായിരുന്നു ശിക്ഷാവിധി വന്നത്. അതിനുശേഷം അവരെ ജയിലിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ശ്രീജിത്ത് പണിക്കർ, താങ്കൾക്ക് തുടരാം. ശ്രീ ഗോപി, ഞാൻ പറഞ്ഞു വന്നത് ഈ ഏറ്റവും ലെസറായിട്ടുള്ള ഒരു പണിഷ്മെൻറ്റ് പൾസർ സുനിക്ക് അടക്കം കിട്ടിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ റിഫോം പൊട്ടൻഷ്യലാണ്. അഥവാ അവർ പ്രായക്കുറവുള്ള ആൾക്കാരാണ്, കുടുംബമുള്ള ആൾക്കാരാണ്. അപ്പോൾ എത്രത്തോളം മാനസിക പരിവർത്തനം അവർക്കുണ്ടാകും എന്നതിനെ കൂടിയാണ് ഇവിടെ കോടതി പരിഗണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ വിചാരണ തടവുകാരനായിരുന്ന കാലം ഇയാളുടെ ശിക്ഷയിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ പൾസർ സുനി അയാൾക്ക് കിട്ടിയിരിക്കുന്ന 20 വർഷം തടവിൽ ഏതാണ്ട് 7 വർഷം പൂർണ്ണമായിട്ട് അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ സത്യത്തിൽ കോടതി അസസ് ചെയ്യേണ്ടിയിരുന്നത് 7 വർഷം തടവ് പൂർത്തിയായ ഘട്ടത്തിൽ അയാളുടെ റിഫോം പൊട്ടൻഷ്യൽ എന്താണ് എന്നതിനെക്കുറിച്ചായിരുന്നു പരിശോധിക്കേണ്ടത്. നമ്മൾ അറിയാം, അയാൾക്ക് ഒരു തരത്തിലുമുള്ള പശ്ചാത്താപം ഉണ്ടെന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും അയാളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നില്ല. അയാൾ ചില മാധ്യമങ്ങൾക്ക് ഈ കാലയളവിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അയാൾ പറഞ്ഞത് താൻ ചെയ്തത് ഒരു കോഴിയെ പിടിക്കുന്നത് പോലെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ്.
അയാൾ ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ വന്ന് ഇറങ്ങിയതിൻ്റെ റീൽസ് അയാൾ തന്നെ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ തന്നെ ഞാൻ ചില മാധ്യമങ്ങളിൽ നിന്ന് അറിയുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ 7 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം അയാളുടെ റിഫോം പൊട്ടൻഷ്യൽ എന്താണ്? അതായത് ഈ ശിക്ഷാ കാലയളവിൻ്റെ പകുതിയോളം എത്താറായിട്ടുണ്ട്. ഇനി ഒരു 13 കൊല്ലം കൂടി അകത്ത് കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് മാനസിക പരിവർത്തനം ഉണ്ടാകും എന്ന് സത്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ശിക്ഷ കൂടുതലായിരുന്നു. ഇനി നേരത്തെ ഇവിടെ പറഞ്ഞു 1-ാം പ്രതി ഒഴികെ മറ്റാർക്കും മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നൊരു വാദം കൂടി ഉണ്ടായിരുന്നു. അതിനെ പ്രോസിക്യൂഷൻ എതിർത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി നേരത്തെ തന്നെ പല കേസുകളിൽ പ്രതിയാണ്. ശ്രീ അഭിലാഷ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയും ചെയ്തു. അപ്പോൾ വളരെ മോശം പശ്ചാത്തലമുള്ള പൾസർ സുനിക്കും അങ്ങനെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ആൾക്കാർക്കും ഇങ്ങനെയുള്ള ഒരു കേസിൽ ഒരേ പരിഗണന തന്നെയാണ് ശിക്ഷയുടെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അതേപോലെ തന്നെ പൾസർ സുനിക്ക് മേലുള്ള നിരവധി വകുപ്പുകൾ ഈ 20 വർഷത്തിൻ്റെ 376B ഒഴിച്ച് ബാക്കിയുള്ള 376D അതൊഴികെ ബാക്കിയുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ അയാൾക്ക് ഏതാണ്ട് 18 or 20 വർഷം അഡീഷണൽ കിട്ടാനുള്ള വകുപ്പ് കൂടിയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അയാളെയും അതിനേക്കാൾ ലെസർ ക്രൈം ചെയ്തിരിക്കുന്ന വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന മറ്റുള്ളവരെയും ഒരേപോലെ തന്നെ പരിഗണിച്ച് എല്ലാവരും ഒരേ ശിക്ഷാ കാലയളവ് മാത്രം സെർവ് ചെയ്താൽ മതി എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് ആ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തോടുള്ള എൻ്റെ പ്രതികരണം. രണ്ടാമത്തെ ഭാഗം, താങ്കൾ പറഞ്ഞു ഈ സമൂഹത്തിനെ തൃപ്തിപ്പെടുത്തേണ്ടത് തരത്തിൽ കോടതി ചിന്തിക്കണോ? അതിൽ ഞാൻ പൂർണ്ണമായിട്ടും ജഡ്ജിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനൊപ്പമാണ്. കാരണം ഒരിക്കലും സമൂഹം എന്ത് ചിന്തിക്കുന്നു എന്ന രീതിയിലത്തേക്ക് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിധി, ഗാലറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിധി, അതൊരിക്കലും ഒരു ജഡ്ജും അവരുടെ വിധിന്യായത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനുമെല്ലാം അവരുടെ സ്വാതന്ത്ര്യങ്ങൾ പൂർണ്ണമായിട്ടും അനുവദിച്ച് വളരെ കൃത്യമായിട്ട് ന്യൂട്രലായിട്ടുള്ള ഒരു പൊസിഷനിൽ ഈ കേസ് എടുക്കുക, വളരെ ബാലൻസ്ഡ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏതൊരു ജഡ്ജും ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ആ വിധി ഉണ്ടാവുകയുള്ളൂ. അതല്ല എങ്കിൽ സമൂഹം ഒരുപക്ഷെ എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളിയാണെന്ന് തോന്നുന്ന ഒരാളിനെ കുറ്റവാളി അല്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു കഴിഞ്ഞാൽ, അതേപോലെ കുറ്റവാളി അല്ല എന്നുള്ള ഒരാളിനെ സമൂഹം അയാൾ കുറ്റവാളിയാണെന്ന് കരുതുന്നല്ലോ എന്നതിൻ്റെ പേരിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് നീതിയല്ല, പകരം സെർവ് ചെയ്യുന്നത് അനീതിയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ കോടതി പറഞ്ഞിരിക്കുന്ന വാദത്തിനൊപ്പമാണ്. സമൂഹത്തിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാവരുത് വിധിന്യായം. പക്ഷേ ശിക്ഷയുടെ കാര്യത്തിൽ ശിക്ഷ ഒരു ഡെറ്ററൻ്റ് ആയിട്ട് കൂടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു തത്വം. അതായത് ഇനിമേലും ഇതേപോലെയുള്ള സമാനമായിട്ടുള്ള ഒരു ക്രൈം ചെയ്യുന്നതിൽ നിന്ന് ഏതൊരാളെയും പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡെറ്ററൻ്റ് ആയിട്ട് അത് പെരുമാറണം. അപ്പോൾ നേരത്തെ ഗോപി പറഞ്ഞതൊരു വളരെ വലിയൊരു വൈജാത്യമാണ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലയളവ് ഇതിനോടകം തടവിൽ കിടന്നത് പൾസർ സുനിയാണ്. അയാളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈം ചെയ്തിരിക്കുന്നതും. പക്ഷേ ഇനി ബാക്കി സെർവ് ചെയ്യാനുള്ള കാലം കഴിയുമ്പോഴേക്കും പൾസർ സുനി ആദ്യം വരികയും ഈ 6-ാമത്തെ പ്രതിയായിട്ടുള്ള ഇതുവരെ 2 വർഷം മാത്രം സെർവ് ചെയ്തിരിക്കുന്ന ആൾ ഫുൾ പീരീഡ് സെർവ് ചെയ്താൽ പോലും ഇനിയൊരു 18 കൊല്ലം കഴിഞ്ഞ് മാത്രം പുറത്തു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ പറയുന്നത് ഈ 12-13 വർഷം പെൻഡിങ് എന്ന് പറയുന്നതിനെ പോലും കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ അപ്പീലിന് പോകുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ശിക്ഷ ഇവർക്ക് കിട്ടുമോ എന്നൊന്നും അറിയില്ല. വളരെ റെയർ കേസുകളിൽ മാത്രമേ അങ്ങനെ കിട്ടാറുള്ളൂ. സാധാരണ ഈ ശിക്ഷാവിധികളൊക്കെ തന്നെ കമ്മ്യൂട്ട് ചെയ്യുകയാണ് ഈ ഹയർ കോടതികളിൽ പോകുമ്പോൾ കാണുന്നത്. വളരെ റെയറാണ് അത് കൂട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണ് എങ്കിൽ ഈ 12-13 കൊല്ലം ഉള്ളതിനെ 10 കൊല്ലമായിട്ടോ 8 കൊല്ലമായിട്ടോ ഒക്കെ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനോടകം 7 വർഷം ജയിലിൽ കിടന്നതിന് ശേഷവും ഒരു മാനസിക പരിവർത്തനവും ഉണ്ടാകാത്ത ഒരാൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നൽകുന്നത് റിഫോംഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ അല്ല, മറിച്ച് അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തും ഇല്ലാത്ത ഒരു വ്യക്തി, അയാൾ അറ്റ് ലാർജ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഒരു പൊട്ടൻഷ്യൽ ക്രിമിനലായിട്ട്, ഇനിയും ഇവിടെയുള്ള അമ്മ പീഡിപ്പിക്കാനായിട്ട് അയാൾ ഇവിടെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് കൂടി നമ്മുടെ ശിക്ഷ പ്രവർത്തിക്കണം. ഇനി ഒരാളും ഇതേപോലെ ആൾക്കാരെ പീഡിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയൊക്കെ അല്ലേ കിട്ടുകയുള്ളൂ, ഇത്രയും പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ ഇതാണ് വിധിയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതായിരിക്കും ഒരുപക്ഷെ ശ്രീജിത്ത് പണിക്കർ, അതായിരിക്കും ഇന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശം എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് തന്നെയാണ്. അഡ്വക്കേറ്റ് ടി.ബി. മിനി, അതിജീവിതയുടെ അഭിഭാഷകയായിരുന്ന അഡ്വക്കേറ്റ് ടി.ബി. മിനി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ടി.ബി. മിനി, ഈ 8-ാം തീയതി കോടതി ഇക്കാര്യത്തിൽ ഈ കുറ്റക്കാരാണോ എന്ന് കണ്ടെത്തിയ വിധി വരുന്നതിന് മുൻപ് താങ്കൾ നടത്തിയ പ്രതികരണമാണ്. ടെലിഫോൺ ലൈൻ കട്ടാണ്, ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്കിനി ശ്രീ റെജി ലൂക്കോസിലേക്ക് പോകാം. ശ്രീ റെജി ലൂക്കോസ്, മാതൃകാപരമായി ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം ഈ കേസിലെ വിധി വരുന്നതിന് മുൻപും അതിന് പിന്നാലെ ഇവരുടെ ശിക്ഷാവിധി വരുന്നതിന് മുൻപും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ 10 പ്രതികളെയും ശിക്ഷിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ നൽകിയിട്ടും ഈ 8-ാം പ്രതി ദിലീപ് ഉൾപ്പെടെ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട 4 പേരെ കോടതി വെറുതെ വിടുന്നത് കണ്ടു.
പിന്നീട് പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഇതിലെ മറ്റ് 6 പേരുടെ കാര്യത്തിൽ കഠിനമായ ശിക്ഷ, അതായത് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയും എന്നായിരുന്നു. അതും ഉണ്ടായില്ല. അതിലെ നിരാശയാണ് ഇന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജുകുമാറിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. നിയമമന്ത്രി പി രാജീവ് പക്ഷേ പറഞ്ഞത് മാതൃകാപരമായി ശിക്ഷ നടപ്പാക്കാൻ കഴിഞ്ഞു, 6 പ്രതികൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ശിക്ഷ ലഭിച്ചു എന്നാണ്. അങ്ങനെയാണോ താങ്കൾ ഈ വിധിന്യായത്തെ വിലയിരുത്തുക? ഗോപികൃഷ്ണൻ, എനിക്ക് ആദ്യം പറയാനുള്ളത്, സമൂഹത്തിന് വേണ്ടി വിധി എഴുതാൻ പറ്റുമോ എന്ന ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ടും കോടതിയെ വിമർശിക്കാതെ കൊണ്ടും, എന്നാൽ കോടതി വിധിയെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കുള്ള സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് വിമർശനാത്മക രീതിയിൽ ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിശ്ചയമായും യാതൊരു സംശയവുമില്ല, ഈ 6 പേരിൽ പൾസർ സുനിയുടെ ശിക്ഷ കുറഞ്ഞുപോയി, അത് തീർത്തും കുറഞ്ഞുപോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പൾസർ സുനി എന്ന് പറയുന്നയാളൊരു ബോൺ ക്രിമിനലാണ്. അയാൾ ബലാത്സംഗമോ സ്ത്രീവേട്ടയിൽ മാത്രമല്ല, അയാളൊരു മോഷ്ടാവ് കൂടിയാണ്. ഏതാണ്ട് 12-13 കേസിലെ പ്രതിയാണ് അയാൾ ചുരുങ്ങിയ കാലങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഒരു കൊട്ടേഷൻ റേപ്പ് നടത്തിയ ഒരു വ്യക്തിയാണ് അയാൾക്ക് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചോളം, ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റേപ്പിസ്റ്റുകളും സ്ത്രീവേട്ടക്കാർക്കും സ്വതന്ത്രമായിട്ട് ഈ നാട്ടിലൂടെ വരസാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നിയമത്തിൻ്റെ ദൗർബല്യതയിൽ നമ്മൾ തെളിഞ്ഞു കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഇത്തരം വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ്റെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരിക, പാനലിസ്റ്റുകളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരിക. ഇപ്പോൾ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ അതിജീവിതയോട് കാണിച്ച ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊടും ക്രൂരത, അതിനേക്കാളും ക്രൂരത ചെയ്തു എന്ന് നമ്മുടെ മുമ്പിൽ തെളിവ് സഹിതം പെൺകുട്ടികൾ 2 പെൺകുട്ടികൾ മുഖ്യമന്ത്രിക്കും കോടതിക്കല്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും DGPക്ക് പരാതി കൊടുക്കുകയും മൊഴി കൊടുക്കുകയും ചെയ്തിട്ടും നമ്മുടെ നാട്ടിൽ ഉന്നത ശ്രേണിയിൽ വിലസുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ളവർ ഇവിടെ സ്വതന്ത്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ മുൻകൂർ ജാമ്യം കിട്ടുന്നു, അവരുടെയൊക്കെ അറസ്റ്റ് തടയുന്നു എന്ന് പറയുന്നത് എൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ നിയമങ്ങൾ ഇപ്പോൾ വളരെ ദൗർബല്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ബ്രിജ് ഭൂഷണെ പോലെയുള്ള നേരത്തെ ഇന്ത്യയുടെ റെസ്ലിംഗ് അസോസിയേഷൻ ആയിരുന്ന വ്യക്തി 12ഓളം റെസ്ലിംഗ് താരങ്ങളെ ക്രൂരമായി മോശമായ രീതിയിൽ പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 1.5 വർഷക്കാലം ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് സമരം മുറകൾ നടത്തിയിട്ടും തങ്ങളുടെ സ്വർണ്ണ മെഡൽ ഹരിദ്വാറിൽ ഒഴുക്കാൻ ശ്രമിച്ചിട്ടും അയാൾ ഇപ്പോഴും സ്വതന്ത്രനായിട്ട് നടക്കുന്നു, ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അയാളുടെ പേരിൽ ഒരു കേസും ഇല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാനൊരു ഉദാഹരണം ഗോപികൃഷ്ണനോട് പറയാം. നമ്മളൊരു നല്ല അവസരമാണല്ലോ ഇപ്പോൾ. ഇത് പബ്ലിക് ഡൊമൈനിൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പരസ്യമായിട്ട് വന്നതിന് പേരിലാണ് ഞാൻ പേര് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആരാധ്യനായ ദാസേട്ടൻ്റെ ഭാര്യ സഹോദരിയുടെ മകൻ ആനന്ദ്, അയാൾ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ഫാഷൻ നിർമ്മാതാവായിരുന്നു. അയാൾ ആ ചെറുപ്പക്കാരൻ തൻ്റെ 28ാമത്തെ വയസ്സിൽ ന്യൂയോർക്കിലെ ഒരു ഹോട്ടലിലേക്ക് പോകുന്ന വഴി ലിഫ്റ്റിൽ വെച്ചും പുറത്തു വന്നപ്പോൾ ഇറ്റാലിയൻ സ്വദേശികളായ 3 പെൺകുട്ടികളോട് മോശമായി നോക്കി എന്നുള്ള ഒറ്റ ആരോപണത്തിൽ ആ ചെറുപ്പക്കാരൻ ന്യൂയോർക്കിന് സമീപമുള്ള ഒരു സെൻട്രൽ ജയിലിൽ ജീവിതം മുഴുവൻ തടവറില്ല. മരണത്തോടുകൂടി പോലും അയക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല. അയക്ക് ഒരു ദിവസം പരോൾ പോലും കിട്ടത്തില്ല. പരിഷ്കൃത സമൂഹം എന്നറിയപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ ഊഷ്മള ഭാവങ്ങളുള്ള അമേരിക്കയിൽ പോലും അത്രയ്ക്ക് കർശനമായ നിയമമുള്ളപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ? കേരളത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് തനിക്ക് പറ്റിയ ഒരു വേദന, ഒരു ദുഃഖകരമായ അനുഭവം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു നരാധമൻ്റെ ഭാഗത്തുനിന്നും ഒരു റേപ്പിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തു പറയുന്നത് ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ധൈര്യമില്ല. കാരണം ആ ധൈര്യത്തെയോ മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ പുറത്തു പറയാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് ഭയമാണ്. കാരണം ഇത്തരക്കാരെ വിലസാനായിട്ട് അനുഭവിക്കുന്ന നിയമസംഹിതയുള്ള ഒരു നാട്ടിൽ ഇനി ഏതൊരു പെൺകുട്ടി എന്ത് ചെയ്താലും അവരടങ്ങി ഒതുങ്ങിയിരുന്നോളം അവർ പരാതി നൽകാൻ പാടില്ല എന്നൊരു അലിഖിത വ്യവസ്ഥ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. പരിഷ്കൃത സമൂഹം എന്നറിയപ്പെടുന്ന കേരളത്തെ സംബന്ധിച്ചോളം ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷമാണത്. ഞാൻ ബഹുമാനപ്പെട്ട താങ്കളുടെ അനുവാദത്തോടുകൂടി, കാരണം അഡ്വക്കേറ്റ് ടി ബി മിനി ഒന്ന് ടെലിഫോൺ ലൈനിലൂടെ, ഞാൻ ഒരൊറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി നമ്മളോടൊപ്പം ഉണ്ട്. അഡ്വക്കേറ്റ് ടി ബി മിനി, ഈ വിധി വരുന്നതിന് മുൻപ്, അതായത് ഡിസംബർ 8 രാവിലെ തന്നെ താങ്കളുടെ ഒരു പ്രതികരണം ഉണ്ടായത് 10 പ്രതികളും ശിക്ഷിക്കപ്പെടാൻ പാകത്തിലുള്ള തെളിവുകളൊക്കെ കോടതി സമക്ഷം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയായിരുന്നു. അതുണ്ടായില്ല. ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട 4 പേരെ കോടതി വെറുതെ വിട്ടു. അതിനുശേഷം പിന്നെയുള്ള പ്രതീക്ഷ ഈ 6 പേർ അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ കഴിയും എന്നതായിരുന്നു. പക്ഷേ സമൂഹത്തിന് വേണ്ടിയല്ല വിധി പറയേണ്ടതെന്നും ഇവരുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഇവർക്ക് 20 വർഷം കഠിന തടവ് മതി എന്നുമാണ് കോടതിയുടെ വിധിന്യായത്തിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു?
ഗോപികൃഷ്ണനാണ്. ഗോപികൃഷ്ണൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടി പറയാ? ഒരു പെൺകുട്ടിയെ, അത് വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയെ ജോലിക്ക് പോണ സമയത്ത് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പിച്ചു ചീന്തിയിട്ട്, സൗമ്യ കേസിലെ വിധി അറിയോ നിങ്ങൾക്ക്? സൗമ്യ കേസിൽ ഇത് തന്നെയല്ലായിരുന്നു. സൗമ്യ കേസിൽ മർഡറും കൂടി ഉണ്ടായിരുന്നു. ആ മർഡർ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ്, ഇയാളാണ് ചെയ്തതെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് ആ മർഡറിന് ശിക്ഷ കൊടുക്കാതിരുന്നത്. 376 ശിക്ഷയാണ് കൊടുത്തത്. ആ കുറ്റം, ആ ശിക്ഷയെങ്കിലും ഈ പ്രതികൾക്ക് കൊടുക്കാമായിരുന്നു. ഇത് ആ പ്രതികളുടെ വക്കീലന്മാരുടെ പ്രതികരണം നിങ്ങൾ കേട്ടല്ല? കേട്ടു. ഈ കിടന്ന സമയം, സുനിയുടെ സമയം എന്ന് പറഞ്ഞത് 8 വർഷം എന്ന് പറയുന്നതല്ല, 8 വർഷം അത് 10 വർഷമായിട്ട് കണക്കാക്കും. അപ്പൊ അതിൽ കുറച്ചേ ഉള്ളൂ. സെന്റൻസ് ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യും കോടതി. അപ്പൊ നാളെ മറ്റന്നാളോ 5 ദിവസം കഴിയുമ്പോൾ അയാൾ പുറത്തിറങ്ങും. മനസ്സിലായില്ലേ? മറ്റു പ്രതികളെ സംബന്ധിച്ച് സുനിക്കില്ലാത്ത, സുനിയല്ല റേപ്പ് ചെയ്തെന്നുള്ള കേസ്, മറ്റു പ്രതികൾക്ക് എല്ലാവർക്കും 20 വർഷം കിടക്കേണ്ടി വരും. നമ്മള് വിധിയെ കുറ്റം പറയാൻ പാടില്ല. അതാണല്ലോ നിയമം. കേരളത്തിലെ സമൂഹത്തിലെ ഒരു മെസ്സേജും കൊടുക്കേണ്ട ഒരു വിധിയല്ല എന്നാണ് കോടതി പറയണത്. കോടതിയിൽ പറയണത് എന്നാ പിന്നെ അതിജീവിത ഒരു വനിതാ ജഡ്ജി വേണമെന്ന് കരുതി ആ വനിതാ ജഡ്ജി എന്നെ കേൾക്കണം എന്ന് പറഞ്ഞപ്പോ ഹൈക്കോടതിയും നിയമവും എന്തിനാണോ വനിതാ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്തത്? അതിനൊരു സാമൂഹ്യ പ്രസക്തി ഉള്ളത് കൊണ്ടല്ലേ. എന്നിട്ട് ഒരു സാമൂഹ്യ പ്രസക്തിയും ഇതിനൊന്നില്ലേ? ഈ ഇത്തരത്തിൽ പെൺകുട്ടികൾ ജോലിക്ക് പോകുന്ന സമയത്ത് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കൊട്ടേഷൻ എടുത്ത് കോൺസ്പിറസി നടത്തി ഇങ്ങനെ റേപ്പ് ചെയ്ത് വലിച്ചെറിയുന്നതിന് അതിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തി ഇല്ല. അഡ്വക്കേറ്റ് ടി.ബി. വിനി, ഇപ്പോൾ താങ്കൾ സൗമ്യ കേസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കണം, എന്തുകൊണ്ടായിരിക്കാം കോടതി ഈ കേസിൽ, ഇത്രയും കൊടും ക്രൂരകൃത്യം നടത്തിയ ഒരു കേസിൽ പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും ഒക്കെ പരിഗണിക്കേണ്ടി വന്നത്? അല്ല, കോടതിക്ക് ഈ പിച്ചു ചിന്തപ്പെട്ട പെൺകുട്ടിയുടെ സൂര്യനെല്ലി കേസിൽ ജസ്റ്റിസ് KT ശങ്കരൻ, അതായത് സൂര്യനെല്ലി കേസിൽ ഹൈക്കോടതിയിൽ ഈ കുട്ടിക്ക് രക്ഷപ്പെടാൻ പാടുണ്ടായിരുന്നില്ല എന്നൊരു ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി ചോദിച്ചതാ. എന്നിട്ട് ആ പ്രതികൾ മുഴുവനും വെറുതെ വിട്ടു. സുപ്രീം കോടതി ചെന്നിട്ട് അത് റിമാൻഡ് ചെയ്തു. ആ കേസ് വീണ്ടും KT ശങ്കരൻ സാർ വിധി പറയുന്ന കോടതിയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അന്ന് സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മരണം വരെ ഒരു സ്ത്രീയെ ഹോണ്ട് ചെയ്യണ ഒരു സാധനമാണത്. മരണം വരെ. സാറിനത് എങ്ങനെ പറയാൻ പറ്റിയെന്ന് എനിക്കല്ല. കാരണം ഒരു സ്ത്രീയുടെ മനസ്സാണ് സാർ ശരിക്കും പറഞ്ഞത്. സ്ത്രീകൾക്ക് സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ പുരുഷന്മാരെ മനസ്സിലാക്കാൻ പറ്റി. അഡ്വക്കേറ്റ് ടി.ബി. വിനി, ഇപ്പോൾ നിയമമന്ത്രി, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ വിധി നിരാശാജനകമാണ് എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ 4 പേരെ കുറ്റവിമുക്തരാക്കപ്പെട്ട സംഭവത്തിലും പ്രോസിക്യൂഷന് നിരാശയുണ്ട്. നിയമമന്ത്രി പറഞ്ഞത് ഈ മാതൃകാപരമായ ഒരു ശിക്ഷ 6 പേർക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ്. അത് രാജ്യസഭ അത് കറക്റ്റായിട്ട് നോക്കാത്തത് കൊണ്ട് പറഞ്ഞതാ. അതായത് മാതൃകാപരമല്ല എന്ന് മാത്രമല്ല, ഇതൊരു മിനിമം ശിക്ഷയാണ്. എന്നാ പിന്നെ സൗമ്യ കേസിൽ മാതൃകാപരം എന്നുള്ളത് 20 വർഷമല്ലല്ലോ കൊടുത്തത്. അയാൾ ഇപ്പോഴും ഇരുട്ടറയിൽ ഒറ്റയ്ക്ക് മരണം വരെ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. പിന്നെ അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ അത് പ്രോസിക്യൂഷനോട് അതിന്റെ നിയമപരമായ കാര്യങ്ങൾ കൂടി സംസാരിച്ചിട്ട് അദ്ദേഹം പറയണമായിരുന്നു. ഇങ്ങനെ ഈ കേസിൽ 1-ാം പ്രതി എത്ര കാലം ജയിലിൽ കിടക്കുന്ന നിങ്ങൾ വിചാരിക്കണേ? അതായത് ഞങ്ങളുടെ കേസ് എന്തായിരുന്നു? പ്രോസിക്യൂഷന്റെ കേസ് ഒരു മാസ്റ്റർ കോൺസ്പിറേറ്റർ A1-മായി, അത് A2 എന്ന് പറഞ്ഞ മാസ്റ്റർ കോൺസ്പിറേറ്റർ A1-മായി ഗൂഢാലോചന നടത്തി. അതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയിൽ 6 പേരുമായി പങ്കെടുത്തു എന്നല്ലേ ഞങ്ങളുടെ കേസ്. കട്ട് ചെയ്തു പോയില്ലേ പ്രധാന കോൺസ്പിറേറ്റർ? അപ്പൊ പിന്നെ
അപ്പൊ പിന്നെ എന്താണ് എന്ത് കൊടുത്തു എന്നാണ് ഈ ശിക്ഷ പറയണത്? ഒരു കാര്യം ഈ ലോകത്തെ മുഴുവൻ സ്ത്രീകളോടും ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ സ്ത്രീ ജഡ്ജികൾ വേണമെന്ന് പറയരുത്. ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് ടി. മിനി, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ വിധി പകർപ്പ് കിട്ടിയിട്ടില്ല, പക്ഷേ അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ഭാഗം താങ്കളോട് പറയുകയാണെങ്കിൽ കുറ്റകൃത്യത്തിൻ്റെ ചരിത്രം, അതുപോലെ പ്രതിയുടെ തിരുത്തപ്പെടാനുള്ള സാധ്യത, പിന്നെ ശിക്ഷയുടെ ലക്ഷ്യങ്ങൾ, ഇതെല്ലാം കൂടി പരിഗണിച്ചായിരിക്കണം വിധി പറയേണ്ടത് എന്നാണ്. എന്ത് തിരുത്തപ്പെടാനുള്ളതാണ്? നിങ്ങൾക്ക് ഈ സ്ത്രീയുടെ നഷ്ടപ്പെട്ട മാനം, നഷ്ടപ്പെട്ട ആത്മാഭിമാനം, അവരുടെ ട്രോമ, ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ അത്? അതൊരു കുറ്റബോധമാണ്. ഇന്ന് കോടതി എന്നെ അന്വേഷിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാ ചാനലിലും പറഞ്ഞില്ലേ അതിജീവിതയുടെ വക്കീൽ എന്താണ്? അതിജീവിതയുടെ യഥാർത്ഥ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ് ഈ ക്രിമിനൽ കേസിൽ. ഒരക്ഷരം പോലും ആ കോടതിയിൽ പറയാൻ എനിക്ക് അനുവാദം ഉണ്ടായിട്ടില്ല. ഹിയറിംഗ് സമയത്ത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് കോടതി ചോദിച്ചിട്ടില്ല. എനിക്ക് അവരുടെ അനുവാദം ഇല്ലാതെ പറയാൻ സാധിക്കില്ല. അതിനുശേഷം ഇന്ന് എന്നോട് ചോദിച്ചു കൂടുതൽ പ്രോസിക്യൂഷൻ നടത്തിയ ഒരു കേസിൽ, പ്രോസിക്യൂഷനുമായിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് പ്രോസിക്യൂഷൻ ധാരണ എത്തിയിട്ട് പോണതാണല്ലോ. പ്രോസിക്യൂഷൻ അവിടെ ചെന്നിട്ട് മരണം വരെ ജീവപര്യന്തം കൊടുക്കണമെന്ന് പറയുന്ന കേസിൽ അതിജീവിതയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ അവിടെ ചെന്നാൽ എന്നെ കേൾക്കുന്നു വല്ല ഉറപ്പുണ്ടോ? എന്റെ പ്രതിഷേധമാണത്. അതിജീവിതയ്ക്ക് വേണ്ടി ഞാൻ നടത്തിയ ലാസ്റ്റ് പ്രതിഷേധം. സത്യത്തിൽ ഞാനത് ചോദിക്കാൻ മാത്രമല്ല ഗോപികൃഷ്ണൻ, അത് മാത്രമായിരുന്നില്ല. ആ ദിവസങ്ങൾ മുഴുവൻ ഇരുന്ന് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ഞാൻ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരായിരിക്കുന്ന ആളുകൾ സ്ത്രീകളെ ബഹുമാനിക്കുന്ന, സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന, ഈ വിധികളെല്ലാം സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് എങ്കിൽ ഈ കേസ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറരുത് എന്ന് പറഞ്ഞത്, അത് ഇത്തരം ജഡ്ജിമാരെ പഠിപ്പിച്ചു കൊടുക്കണം. അത് ഞാൻ ഈ വിധി വന്നതിന് ശേഷം പറയാം. ശരി. അല്ല അഡ്വക്കേറ്റ് ടി. മിനി, ഞാൻ യഥാർത്ഥത്തിൽ ചോദിക്കാൻ പോവുകയായിരുന്നു താങ്കൾ ഈ പറഞ്ഞ കാര്യം. അതായത് ഇന്ന് ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചു അതിജീവിതയ്ക്ക് വേണ്ടി പറയാൻ ഉള്ള അഭിഭാഷക അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ആ സമയത്താണ് താങ്കളുടെ അസാന്നിധ്യം ആ നിലയ്ക്ക് അവിടെ ശ്രദ്ധിക്കപ്പെട്ടത്. അത് എന്തുകൊണ്ടായിരിക്കും കോടതി, ഇപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കൾക്ക് അതൊന്നും പറയാനൊരു അവസരം കിട്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്വയറി ഉണ്ടായിട്ടുണ്ട്? ഇത്ര ദിവസം അതായത് ഞാൻ അതിജീവിതയുടെ അഡ്വക്കേറ്റിനെ അന്വേഷിച്ചു. ഇതിനെ കൂടുതൽ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ, അതായത് പ്രോസിക്യൂഷനാണ് കേസ് നടത്തിയത്, പ്രോസിക്യൂഷനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഐ ആം ഓൺലി ആൻ അസിസ്റ്റിംഗ് പേഴ്സൺ. അതാണ് നിയമം. അതിൽ കൂടുതൽ നിയമമൊന്നുമില്ല. എനിക്ക് വേറെ അവകാശമുണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ആ പ്രോസിക്യൂഷൻ പറയുന്നതിന് അപ്പുറം എനിക്ക് പറയാനുണ്ടായി. അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നിരുന്നില്ല, എന്നെ പരിഗണിക്കുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നിട്ടില്ല. അവിടെ പോയി ഇനിയും അപമാനിതരാവാണ്ടിരിക്കാൻ. മാത്രമല്ല ഇത് കാണുമ്പോൾ ഞാൻ അതിജീവിതയുടെ അഡ്വക്കേറ്റ് തന്നെയാണ്. ഒരുപക്ഷെ ഈ നിമിഷം വരെ ഞാൻ അതിജീവിതയുടെ അഡ്വക്കേറ്റിന്റെ അതിജീവിതയുടെ മാനസികാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മുഴുവൻ കണ്ടതും കേട്ടതും ഞാനാണ്. കോടതി വിചാരം കോടതി വലിയ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇത്തരം കേസിൽ ഒരു വനിതാ ജഡ്ജ് വേണമെന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്ന് അനലൈസ് ചെയ്യാൻ പോലും കോടതി തയ്യാറായില്ല. ഇവിടെ പ്രതികളുടെ പ്രായം, പ്രതികൾക്ക് തെറ്റ് തിരുത്താനുള്ള എന്ത് തെറ്റ് അവർ തിരുത്താം? തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യാത്ത ഏതെങ്കിലും റേപ്പ് നടത്താൻ പറ്റുമെന്നാണോ അവർ തിരുത്താം? ഇനി റേപ്പ് ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യം തിരുത്താനാണോ? നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നത് ആരാ? മനുഷ്യനല്ലേ? ആ സ്ത്രീയുടെ കണ്ണീര്, ഒരു തുള്ളി കണ്ണീര്, അത് ഇവരൊക്കെ വിചാരിക്കണമെന്ന് വെച്ചാലേ ഇതൊക്കെ കോടതിയുടെ ഈ വക കാര്യങ്ങള്, നിയമത്തിന്റെ പക്ഷേ ഒരു സത്യമുണ്ട്. ആ സത്യത്തിൽ ജ്വലിച്ചു പോണ ചില സാധനങ്ങളുമുണ്ട്. മറക്കില്ല കേരളം.
ശരി, ഏതായാലും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ടി ബി മിനി, താങ്കൾ ഈ സമയത്ത് ഇത്രയും പ്രതികരിക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഏതായാലും കോടതി വിധി വന്നിരിക്കുന്നു, ആ വിധിയിൽ ശിക്ഷാവിധിയും ഉണ്ടായിരിക്കുന്നു. കോടതി വിധിയെ മാനിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പൊതുസമൂഹം എന്ന നിലയിൽ കോടതിയിൽ നിന്നുണ്ടായ വിധി, അതിന് ആ വിധി തിരുത്തപ്പെടണമെങ്കിൽ, ആ വിധിക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ മേൽക്കോടതിയിൽ നിന്നുള്ള ഒരു വിധി കൊണ്ടാണ് അത് സാധ്യമാവുക. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള പരിശോധനകളോ അതല്ലെങ്കിൽ തുടർ നടപടികളോ അതിലേക്കുള്ള വഴികളുണ്ടെങ്കിൽ ആ വഴിയിലേക്കാണ് ഇനി പോകേണ്ടത്. നമ്മളോടൊപ്പം കാരശ്ശേരി മാഷുണ്ട്. കാരശ്ശേരി മാഷിലേക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല. മാഷെ, ഞാൻ ഇപ്പോൾ വരാം, ഒരു ഇടവേള എടുത്ത ശേഷം താങ്കളിലേക്ക് ഞാൻ എത്തും. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് വീണ്ടും. കാരശ്ശേരി മാഷെ, അല്പം വൈകിയതിൽ ക്ഷമിക്കണം, മറ്റ് ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി വന്നതുകൊണ്ടാണ്. കാരശ്ശേരി മാഷ്, ഈ വിധിന്യായം സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ തെറ്റായ സന്ദേശം നൽകുന്ന വിധിയാണിത് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കുറച്ചു ദിവസം മുമ്പ് ദിലീപ് അടക്കമുള്ള ഗൂഢാലോചന കേസിലെ പ്രതികളായ 4 പേരെ നിരുപാധികം വിട്ടയക്കുകയും ഇപ്പോൾ ബാക്കിയുള്ള 6 പേർക്ക് പറയുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിക്കുകയും ചെയ്തപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ നിയമം പഠിച്ച ആളല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സാമാന്യ ബുദ്ധി വെച്ച്, എൻ്റെ നീതിബോധം വെച്ച് വർത്തമാനം പറയാണ്. എനിക്ക് നിയമപരിജ്ഞാനമൊന്നുമില്ല. പിന്നെ ഈ കുറ്റവാളികളുടെ പ്രായത്തെപ്പറ്റിയും കുടുംബത്തെപ്പറ്റിയൊക്കെ ജഡ്ജി സംസാരിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയൊരു കഥയാണ്. ഒരാൾ സ്വന്തം അച്ഛനെയും അമ്മയും വെട്ടിക്കൊന്നു. കോടതിയിൽ അത് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഈ പറയാനുള്ളത്? അപ്പോൾ പറഞ്ഞു, ഞാൻ അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തൊരു അനാഥനാണ്, കോടതി എന്നോട് ദയവ് കാണിക്കണം. ഈ തരത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിൽ സ്ത്രീത്വം എത്ര അനാഥവും അരക്ഷിതവുമാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ഈ കോടതി അങ്ങനെ പറയാൻ പാടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷപാതപരമായി പെരുമാറി എന്ന് വിചാരിക്കാനാണ് ന്യായം. ഞാൻ 1-2 ഉദാഹരണം പറയാം. തൻ്റെ കേസ് ഒരു വനിതാ ജഡ്ജി കേൾക്കണം എന്ന് ഈ നടി ആവശ്യപ്പെട്ടു. വനിതാ ജഡ്ജി വന്നു. വനിതാ ജഡ്ജിയുടെ പെരുമാറ്റം തീർത്തും പക്ഷപാതനിഷ്ഠമാണ് എന്നും തനിക്ക് നീതി കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ഈ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞ് അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അംഗീകരിച്ചില്ല. സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഇപ്പോൾ നമ്മളോട് അവരുടെ അഡ്വക്കേറ്റ് മിനി പറയുന്നു, അവരെ ഒന്നും പറയാൻ അവർക്ക് അവസരം കൊടുത്തിട്ടില്ല കോടതി എന്ന്. അപ്പോൾ നമ്മൾ കേട്ട അനവധി കാര്യങ്ങൾ തന്നെ വെറുതെ കേട്ടതല്ല. ഇപ്പോൾ വിചിത്രമായൊരു കേസാണിത്. കാരണം ആളുകൾ കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ ബലാത്സംഗം ചെയ്യും. പക്ഷേ കൊട്ടേഷൻ എടുത്ത് ബലാത്സംഗം ചെയ്യുന്ന ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കാം ഇത്. ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്, എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നുള്ള ഒരു സംഗതിയിലേക്ക് കോടതി പോയെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാഹചര്യ തെളിവുകളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ആവർത്തിക്കുകയാണ്, ഞാൻ നിയമം പഠിച്ച ആളല്ല. പക്ഷേ നമ്മുടെ ഒരു സാമാന്യ ബോധമുണ്ടല്ലോ, അത് വെച്ചിട്ട് പറയാണ്. അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. ഒന്നെന്താണെന്ന് വിചാരിച്ചാൽ, ഇതിൻ്റെ വകയിലാണ്, ഈ ചർച്ചയുടെ പരിസരത്തിലാണ് WCC വിമൻ കലക്റ്റീവ് ഇൻ സിനിമ എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായത്. ആ പ്രസ്ഥാനം വരുമ്പോഴാണ് മറ്റ് തൊഴിൽ മേഖലകളിൽ എന്ന പോലെ സിനിമാ മേഖലയിലും സ്ത്രീകൾ എത്ര അരക്ഷിതരാണ്, ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണ്, വിവേചനങ്ങളാണ് അവർ നേരിടുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. ഈ സുന്ദരികളും നർത്തകികളും പ്രസിദ്ധകളും ആയ സമ്പന്നകളായ ഈ നടികൾ പലരും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഇപ്പോൾ വല്ലവരുമല്ല, നമ്മുടെ DGP ആയിരുന്ന ശ്രീലേഖ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടു, പൾസർ സുനി ഇത്തരം കാര്യങ്ങൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, അവരാരും പരാതി കൊടുത്തില്ല. പരാതി കൊടുക്കാൻ സ്ത്രീകൾ പേടിക്കുന്നൊരവസ്ഥ കേരളത്തിലുണ്ട്. പോലീസിനെ വിശ്വാസമില്ല, പാർട്ടികളെ വിശ്വാസമില്ല, നേതാക്കന്മാരെ വിശ്വാസമില്ല. ഇപ്പോൾ പല കേസിലും, ഇപ്പോൾ നമ്മൾ സൂര്യനെല്ലി കേസോ മറ്റതുപോലുള്ള കേസുകളൊക്കെ ഓർത്ത് നോക്കുക, ഐസ്ക്രീം പാർലർ കേസ്, അങ്ങനെ ഈ തരത്തിലുള്ള എത്ര കേസുകൾ, അതിൽ ന്യായമായി ശിക്ഷ കിട്ടിയ എത്ര പ്രതികളുണ്ട്. അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ ആലോചിച്ച് നോക്കൂ, രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ അടൂർ പ്രകാശ് ചോദിക്കുകയാണ്, അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, MP ആണ്, UDFൻ്റെ കൺവീനറാണ്, അദ്ദേഹം ചോദിക്കുകയാണ്, എന്തിനാണിത് അപ്പീലൊക്കെ പോകുന്നത്, സർക്കാരിന് വേറെ പണിയില്ലേ എന്ന്. സർക്കാരിന് വേറെ എന്താ പണി? അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നിയമമന്ത്രി രാജീവ് പറഞ്ഞു എന്ന് ഈ ചർച്ചയിൽ കേട്ടു, അതായത് ന്യായമായ ശിക്ഷ കിട്ടി എന്ന്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ അതിജീവിതകൾക്ക് അല്ലെങ്കിൽ അരക്ഷിതരായ സ്ത്രീത്വത്തിന് അപമാനമുണ്ടാക്കുന്ന, അരക്ഷിതാവസ്ഥ തോന്നുന്ന മട്ടിൽ സംസാരിക്കാതിരിക്കാനെങ്കിലും നമ്മുടെ നേതാക്കന്മാർ ശ്രദ്ധിക്കണം.
അവരിൽ നിന്ന് ഈ ഇവിടുത്തെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള നേതാക്കന്മാർ സ്ത്രീകളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അവരെന്താണ് വിചാരിക്കുന്നത് ആലോചിച്ച് നോക്കൂ. ഈ നേതാക്കന്മാർ മാത്രമല്ല, അണികളും അനുയായികളും എന്താണ്. ഇപ്പോൾ ഇവിടുത്തെ നവമാധ്യമങ്ങളിൽ തുറക്കാൻ വയ്യ. കാരണം അവിടുത്തെ ഒരു ഹീറോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് എന്തൊക്കെ സ്വീകരണമാണ്. അദ്ദേഹം ഇതിൻ്റെ ഒക്കെ ഇടയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട് വരുമ്പോൾ അദ്ദേഹത്തെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാനും അതിന് ജയ് വിളിക്കാനും അതിന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും അദ്ദേഹത്തെ കൊണ്ടാടുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ സ്ഥിതി. തിരുവനന്തപുരം ജയിലിൽ നിന്ന് ബസ്സിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയ ഒരു ചെറുപ്പക്കാരൻ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ പൂമാലയിട്ട് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാനും ആനയിച്ച് കൊണ്ടുവരാൻ ആളുള്ള സ്ഥലമാണ് കേരളം. ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള സ്ത്രീപീഡകന്മാരെയും അനുകൂലിച്ച് സംസാരിക്കാൻ നമ്മുടെ ചാനലുകളിലും മാധ്യമങ്ങളിലും ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ സൈബർ ലോകത്തുണ്ട്. ഏറ്റവും അധികം ഇപ്പോൾ പെൺകുട്ടികൾ എന്താണ് പരാതിപ്പെടാത്തത്? വേറെ ഒന്നുമില്ലെങ്കിൽ ഈ സൈബർ ലോകത്തെ ആക്രമണം സഹിക്കാൻ വയ്യ. കാരണം മനുഷ്യന് ഏറ്റവും വലുത് മാനമാണല്ലോ. അപ്പോൾ ഒരു പ്രസിദ്ധയായ ഒരു നടിയുടെ സ്ഥിതി ഇതാണെങ്കിൽ ഇവിടുത്തെ സാധാരണഗതിയിലുള്ള സ്ത്രീകളുടെ കഥ എന്താണ്, ഒരു വീട്ടമ്മയുടെ കഥ എന്താണ്, ഇവിടുത്തെ ഏത് ഇത്തരം കേസാണ് കൃത്യമായി ശിക്ഷിച്ചതെന്ന് സത്യത്തിൽ എനിക്ക് ഒന്നും ഇല്ലയെന്ന് ഞാൻ പറയില്ല, ഞാൻ അടച്ചാക്ഷേപിക്കില്ല. പൊതുവേ നീതിന്യായ വ്യവസ്ഥയിൽ കോടതിയിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ ഇത് ഈ പറയുന്നത് നിയമവിരുദ്ധമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വിധിന്യായത്തിൽ നമുക്ക് വിയോജിപ്പും വിമർശനങ്ങളും ഒക്കെ പറയാം, പക്ഷെ അതിൽ ജഡ്ജിയുടെ ഇന്റൻഷനെ നമ്മൾ വിമർശന വിധേയമാക്കരുത് എന്നതാണ് നമ്മുടെ നിലവിലുള്ള രീതി. അപ്പോൾ അത് ഞാൻ മാഷ്ക്ക് അറിയാമായിരിക്കും, ഞാൻ അതൊന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. വിധിന്യായത്തിലുള്ള നമ്മുടെ വിയോജിപ്പുകൾ വിമർശനങ്ങളൊക്കെ പറയാം മാഷെ. ഇല്ല, ഞാൻ പറയുന്നത് എന്തൊരു പരിഹാസമെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ക്രിമിനലുകളുടെ പ്രായത്തെപ്പറ്റിയും അവരുടെ കുടുംബത്തിലെ അവസ്ഥയെപ്പറ്റിയൊക്കെയാണ് ജഡ്ജിന് ബേജാറ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇത് മാത്രമല്ല, ഈ സംഗതി കൊണ്ട് ഉണ്ടായെന്ന് വെച്ചാൽ സിനിമാ രംഗത്ത് അനവധി സ്ത്രീകൾക്കും ചില പുരുഷന്മാർക്കും അവരുടെ ജോലിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. പലരും ആ രംഗത്ത് തന്നെ പുറത്തു പോകേണ്ടി വന്നു. പലർക്കും പല അവസരങ്ങളും നഷ്ടപ്പെട്ടു, പലതരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റു. അതിനൊന്നും തെളിവില്ലാത്തതുകൊണ്ടും അതൊന്നും എവിടെയും വരാത്തതുകൊണ്ട് എനിക്ക് ഞാൻ ശരി മനസ്സിലായി. കാരശ്ശേരി മാഷ് പറഞ്ഞത് ഈ സമൂഹത്തിന് ഒരു തെറ്റായ നല്ല സന്ദേശം സ്ഥിതിയായി നൽകുന്ന ഒന്നാണ് ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതൊരു ഇടവേള എടുക്കും, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇപ്പോഴും നമുക്ക് ഈ വിധിപ്പകർപ്പിന്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല, വിധിപ്പകർപ്പ് കിട്ടിയിട്ടില്ല. എങ്കിലും താങ്കൾ ഒരു കൺക്ലൂഡിംഗ് കമന്റ് എന്താണ്? ശ്രീ ഗോപികൃഷ്ണൻ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, ഈ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ ശിക്ഷ, അദ്ദേഹത്തിൻ്റെ അല്ല സോറി, വീണ്ടും പാർലമെൻ്ററി ഭാഷ ഉപയോഗിച്ചുള്ള പരിചയം കൊണ്ടങ്ങ് മാറിപ്പോകുന്നതാണ്. പൾസർ സുനിയുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് ശ്രീമതി മിനി പറയുകയുണ്ടായി. അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയധികം ഇപ്പം 20 വർഷം തടവ് ശിക്ഷ വിധിച്ച ഒരാളുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പീൽ വിജയിക്കുവാനുള്ള സാധ്യത, കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം, ഇങ്ങനെ പല ഫാക്ടേഴ്സ് കണക്കിലെടുത്ത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശിക്ഷ അയാളുടെ സസ്പെൻഡ് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ സമൂഹത്തിനെ കണക്കിലെടുത്താണോ കോടതി ശിക്ഷ വിധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷ വിധിക്കേണ്ടതായിട്ടുള്ള പരിഗണിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ശിക്ഷ വിധിക്കുമ്പോൾ അതെങ്ങനെ സമൂഹത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളത് കോടതി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അത് സുപ്രീം കോടതിയുടെ തന്നെ എണ്ണമറ്റ വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. വൈയക്തികമായ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ മാധ്യമ ചർച്ചകളിൽ കുറ്റാരോപിതനെ കല്ലെറിയാനുള്ള ശ്രമങ്ങളോ ഒന്നും ആയിരിക്കരുത് സ്വാധീനിക്കേണ്ടത്. പക്ഷേ ഈ ഒരു ഒഫൻസ്, ഇതുപോലെ ഒരു അഭിനേത്രിയെ വാഹനത്തിനുള്ളിൽ വെച്ച് അവർക്കൊന്ന് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അതിക്രൂരമായിട്ട് കൂട്ടബലാത്സംഗത്തിന് വിധേയയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ എങ്ങനെ സമൂഹത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും, സമൂഹം എങ്ങനെ അതിനെ കാണും, ആ ശിക്ഷയെ എങ്ങനെ വിലയിരുത്തും, ഒഫൻസ് എത്രത്തോളം സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. സമീപകാലത്ത് കേരള സമൂഹം ഇതിൽ ഇത്രയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഒഫൻസ് ഇല്ല. അത് മാധ്യമങ്ങൾ മാത്രം കാരണമല്ല, കാരണം അത് ഒഫൻസിൻ്റെ ബ്രൂട്ടാലിറ്റി ഉണ്ട്. എത്രത്തോളം ഒരു സ്ത്രീയെ ഹെൽപ്ലെസ് ആക്കി നിർത്തിക്കൊണ്ട് ഒരു കോഴിയെ പിടിക്കുന്നത് പോലെ എന്ന് നേരത്തെ ശ്രീജിത്ത് പണിക്കർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അത് അവൻ്റെ റിമോഴ്സ്ലെസ്നെസ് അല്ലേ കാണിക്കേണ്ടത്? ഒരു പശ്ചാത്താപവും ഇല്ലാത്ത ഒരു കൊടും ക്രിമിനലിൻ്റെ മനസ്സല്ലേ അവിടെ പുറത്തു വന്നത്? ഈ അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് തെളിവ് പരിശോധിച്ചിട്ടല്ല, ക്രോസ് വിസ്താരം നടത്തിയിട്ടല്ല ഒരു കുറ്റകൃത്യത്തിനെ ഗൗരവമാക്കുന്ന ഫാക്ടേഴ്സ് കോടതി ശിക്ഷ വിധിക്കുമ്പോൾ പരിഗണിക്കുന്നത്. എന്താണ് റെക്കോർഡിലുള്ളതെന്നുള്ളത്,
അപ്പോൾ ഇത്തരത്തിൽ ഒരു കോഴിയെ പിടിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അവൻ ഈ ഒഫൻസ് നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അയാളുടെ റിമോഴ്സ്ലെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ശിക്ഷ കുറഞ്ഞിട്ടുണ്ട്. കോടതിക്ക് സമൂഹത്തിനെ എങ്ങനെ ഒരു ഒഫൻസ് ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളത് കോടതി ശിക്ഷ വിധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുതന്നെയാണ് സിവിൽ നിയമവും ക്രിമിനൽ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് വാദം പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അത് നിയമം അങ്ങനെയാണ് വിഭാവനം ചെയ്യുന്നത്. അത് വ്യക്തമായിട്ടും അത് കോടതി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്, സമൂഹത്തിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ശരി, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഈ വിധി വിമർശന വിധേയമാകുന്നത് ഇതിലെ ഏറ്റവും കൊടും ക്രൂരകൃത്യം നടത്തിയ പ്രതികൾ വേണ്ട വിധിയിൽ ശിക്ഷിക്കപ്പെട്ടില്ല എന്ന വാദമുയർത്തിയാണ്. സമൂഹത്തിന് മാതൃക ആകുന്ന തരത്തിലുള്ള ശിക്ഷാവിധി ഉണ്ടായില്ല എന്നതാണ് വിമർശനമെങ്കിൽ മേൽക്കോടതികളിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന വിധിയോ അല്ലെങ്കിൽ അതിലേക്കുള്ള നിയമ നടപടികളോ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.